കുതിപ്പ് തുടർന്ന വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ സാമ്പത്തിക വർഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ റെക്കോർഡ് വളർച്ചയിലെത്തി. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 27ആയി ഉയർന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അർദ്ധവാർഷിക അവലോകനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പുതിയ കണക്ക് പുറത്തുവിട്ടത്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 25 സ്ഥാപനങ്ങളാണ് ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. 7 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ ലാഭം വർദ്ധിപ്പിച്ചു. വിറ്റുവരവിൽ 9.07% വർധനവുണ്ടായി. 32 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുവരവ് വർദ്ധിപ്പിച്ചു. പ്രവർത്തന ലാഭത്തിലും 72.51 ലക്ഷം രൂപയുടെ വർധനവാണുണ്ടായത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭത്തിലുണ്ടായിരുന്നത്. അറ്റാദായം നേടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 17ആയി ഉയർന്നു. കഴിഞ്ഞ വർഷം ഇത് 9 ആയിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ വിറ്റുവരവ് 2440.14 ലക്ഷമായി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഇത് 2299 ലക്ഷമായിരുന്നു. 48 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചവറ KMML ആണ് പ്രവർത്തന ലാഭം കൈവരിച്ചവരിൽ മുന്നിലുള്ളത്. കെൽട്രോൺ കഴിഞ്ഞ വർഷം നേരിട്ട നഷ്ടം മറികടന്ന് 1268.20 ലക്ഷം രൂപ പ്രവർത്തന ലാഭം നേടി. കെൽട്രോൺ ECL 1184.59 ലക്ഷം പ്രവർത്തന ലാഭം കൈവരിച്ചു. പ്രതിരോധ മേഖല, എയ്റോസ്പേസ്, ഇലക്ട്രോണിക്സ്, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യ എന്നിവയിൽ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച പൊതുമേഖലാ സ്ഥാപനമായി കെൽട്രോൺ മാറി. പ്രവർത്തന മികവിലൂടെ രാജ്യത്തിന് തന്നെ മാതൃകയായ പ്രകടനമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കാഴ്ചവെച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.